ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു നൂഡിൽസ് ഈറ്റിംഗ് ചാലഞ്ചാണ്. അപ്പോൾ വൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടിരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. പിന്നെ ആയിട്ട് വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മ നൂഡിൽസ് മേടിക്കാൻ കടയിലേക്ക് പോകണേണ്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് പോകാൻ ഓർത്തത്. പിന്നെ അധികം ദൂരമുള്ള കടയിലേക്കൊന്നും പോകണം. കൊറോണയൊക്കെ നമ്മൾ അടുത്തൊരു കടയുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് പോകണം. കടയിൽ കടയിലേക്ക് പോകാം. ഗൈസ് നമുക്ക് കടന്ന കടയിലേക്ക് പോവാം. ഗൈസ് കൊറോണയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കൂടുതൽ പുറത്തിറങ്ങാണ്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ് അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങുക. അനാവശ്യ കാര്യങ്ങൾക്കൊന്നും പുറത്തിറങ്ങാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പറയണൊക്കെ അനുസരിച്ച് നീങ്ങിക്കാൻ നമുക്ക് ഈ കൊറോണയെ നമ്മുടെ രാജ്യത്ത് നിന്നും തുരത്താവുന്നതാണ്. അങ്ങനെ റോഡ് എത്താറായിട്ടുണ്ട്. റോഡ് എത്തിയിട്ടുണ്ട്. വലുതായിട്ടൊന്നും വണ്ടിയൊന്നും ഇല്ല ഇവിടെ. അല്ലെങ്കിൽ തുരുതുര അപ്പാപ്പ വണ്ടി പോണ സ്ഥലമാണ്. നിങ്ങൾക്ക് അധികം വണ്ടിയൊന്നും വന്നില്ല. ഇടക്കിടം തലക്കൊക്കെ ഓരോ വണ്ടി വന്ന് എല്ലാരും മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പോണത്. എത്ര ചെറിയ കാര്യത്തിൽ നമ്മൾ പുറത്തിറങ്ങിയാലും എല്ലാരും മാസ്ക് വെക്ക. നമുക്ക് കട എത്തിയിട്ടുണ്ട്. പൂട്ടിയാ ഗൈസ്. ഇല്ല തുറന്നിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് കട. അപ്പൊ ഗൈസ് നമ്മ നൂഡിൽസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ കിപ്പി എല്ലാം മേടിച്ച ഇത് ഏതാണ് ടോപ്പ് രാമൻ എന്ന് പറയുന്ന നൂഡിൽസ് മേടിച്ചേക്കണം. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണ്. ഇതിപ്പോ ആദ്യമായിട്ട് കാണുന്ന നൂഡിൽസ് ആണിത്. ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. നല്ല എരിവൊക്കെയെന്ന് പറയണം. അപ്പൊ ഞങ്ങൾക്ക് ഒരു ചലഞ്ചിനായതുകൊണ്ട് ഇത്തിരി എരിവ് കൂടിയോ മേടിച്ച്. ഇതിൻ്റെ കൂടെ ആകുമ്പോൾ ഇത്തിരി കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് ആക്കി എടുക്കണത്. പിന്നെ നമുക്ക് വീട്ടിൽ ചെന്ന് കാണാം. മുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മ ഈ നൂഡിൽസ് ഉണ്ടാക്കാൻ എത്ര സാധനമാണ് ആവശ്യമുള്ളത്? നമുക്ക് സവാള ചെറുതായിട്ട് തന്നത്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ ബീൻസ്, 2 മുട്ട, പിന്നെ നൂഡിൽസ്, പിന്നെ കുരുമുളക്, വെളിച്ചെണ്ണ, പിന്നെ ടൊമാറ്റോ സോസ്. മുട്ടയും ക്യാപ്സിക്കവും കുരുമുളകും ടൊമാറ്റോ സോസൊക്കെ ഓപ്ഷനിലാണ്. അതിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പൊ ഗൈസ് നമ്മ അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട്. നല്ല കാറ്റാണ്ട് കട്ടല് നല്ല പ്രയാസമാണ്. കുറെ ചൂട്ട് വെച്ചെടുത്ത് മണ്ണാണ്ടേക്ക് വെച്ചിട്ടാണ് കത്തിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കുന്ന ചട്ടിയിലാണ്. നല്ല പുകയാണ്. നമ്മ ഒരു പേപ്പർ വെച്ചൊക്കെ മനസ്സിലൊന്ന് വീശി അപ്പൊ പുകയൊക്കെ എന്തായാലും നമ്മ ഇന്ന് വീഡിയോ ചെയ്തിടും. അപ്പൊ ഗൈസ് ചട്ടി ചൂടായിട്ടുണ്ട്. കാണാൻ പറ്റണ നല്ല പുകയാണ്. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ ഇപ്പോൾ ഒരു 3 പാക്കറ്റാണ് എടുത്തേക്കണത്. അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം. അപ്പോൾ ഗൈസ് നൈസായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നല്ല ചൂടാണ്. അതിൻ്റെ അടുത്തുനിന്ന് വീഡിയോ പിടിക്കാൻ പറ്റില്ല. നമുക്കിത് ശരിക്ക് സെറ്റായിട്ട് നമുക്ക് കാണാം.
നൈസായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അത് പിടിപ്പിച്ച് കൊടുക്കാം. നൈസായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം വിട്ട് തന്നെ വെവ്വേറെ ആയിരുന്നുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ചട്ടിയും അടുപ്പൊക്കെ ഇത്തിരി നാച്ചുറലായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളെ കാറ്റ് നമ്മളെ ചതിച്ചു ഗൈസ്, ചതിച്ചു. നമ്മ കത്തിക്കും കാറ്റ് വരും, അത് കെട്ടുപോകും. പിന്നെ കത്തിക്കും അത് കാറ്റ് വരും കെട്ടുപോകും. അപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഗ്യാസ് അടുപ്പിലേക്ക് പോകണേണ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുപ്പിൽ നിന്ന് ഗ്യാസ് അടുപ്പിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്യാസ് അടുപ്പിലേക്ക് എല്ലാം വെച്ചെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൽ വെച്ച് ചെയ്യണേലും എളുപ്പമായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നിയത് ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യാനാണ്. അതാകുമ്പോൾ പെട്ടെന്ന് എല്ലാം ചെയ്ത് കിട്ടും. പക്ഷേ വീട്ടിൽ എന്ന് ചെയ്തതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടുകാരെല്ലാം ഒച്ചയും ബഹളവും ഒക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോക്ക് വേണ്ട ഡിസ്റ്റർബ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ ചെയ്യാനത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അതൊക്കെ പരിഹരിച്ച് നമുക്ക് പുറത്തുനിന്ന് തന്നെ അടിപൊളിയായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ചട്ടിയിരുന്ന് തന്നെ ഒരു ഇത് അത്യാവശ്യം നല്ല ശരിക്കും വെന്തിട്ടുണ്ട്. പിന്നെ ഒരു തിളയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ് നല്ല നൂഡിൽസ് എല്ലാം ശരിക്കും തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ് ഇത് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ പണിയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നല്ല ചട്ടി നല്ല ശരിക്കും ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ഇത്തിരി വെള്ളം പോകാനുണ്ടായിരുന്നത്, അതാണ് ആ ഒരു പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടായത്. ഞാനിത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ സവാള ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഗൈസ് സവാളയൊക്കെ അത്യാവശ്യം കുറച്ച് വാടിയിട്ടുണ്ട്. ശരിക്കും ഫുള്ള് വാടിയിട്ടില്ല, ഒരു പകുതിയോളം വാടിയിട്ടുണ്ട്. അപ്പോൾ ആ വാടിയ സമയത്ത് നമുക്ക് നേരത്തെ വെച്ചാൽ ബീൻസ് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ശരിക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ ഗൈസ് സവാളയും ബീൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മുടെ മാഗിയുടെ പൗഡറില്ലേ, അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ആ ഒരു മിക്സിയിലേക്ക് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ പിന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ശരിക്കും നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ് നല്ല ശരിക്ക് രണ്ടും നല്ല മിക്സായി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൽ കൂടെ തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ സോസ് ഇട്ട് കൊടുക്കാം. സോസും ക്യാപ്സിക്കും ഒക്കെ ഓപ്ഷനിലാണത്, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമ്മൾ ഇത്തിരി ടേസ്റ്റിന് വേണ്ടിയാണ് അത് ഇടേണ്ടത്. സംഭവം നല്ല വാടിയെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ നൂഡിൽസ് വെച്ചത്, അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ മാറ്റി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ വെച്ചാൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. നല്ല എരിവ്, നമ്മൾ ചലഞ്ച് ആയതുകൊണ്ടാണ് ശരിക്കും എരിവൊക്കെ കൂട്ടുന്നുണ്ട്. പിന്നെ മാഗി മസാല, ഇതെല്ലാം കൂടി നല്ല ശരിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ശരിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചില ഭാഗത്താകും, ചില ഭാഗത്താകാണ്ടിരിക്കും. അപ്പോൾ ഗൈസ് നല്ല ശരിക്ക് മാഗി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാഗിയുടെ പണി ഇപ്പോഴും തീർന്നിട്ടില്ല. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ മുട്ട
ഒന്ന് ചിക്കിയിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കണം. നമുക്ക് ആ പണിയിലേക്ക് കിടപ്പം. ഗൈസ് നമ്മൾ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആ മുട്ട പൊട്ടിച്ചിടാം. മാഗിയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ആ 2 മുട്ട ഇടണുണ്ട് ഇതിനകത്ത്. അപ്പൊ എല്ലാരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ മുട്ട നല്ല അടിപൊളിയായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുട്ട നമുക്ക് നമ്മുടെ നൂഡിൽസിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ശരിക്കും നല്ല മിക്സ് ചെയ്തെടുക്കാം. ഈ നൂഡിൽസ് നമ്മൾ യൂട്യൂബിലൊന്നും കണ്ടിട്ട് വെച്ചതല്ലാട്ടോ, ഞങ്ങൾ സ്വന്തമായി ഞങ്ങളുടെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ നൂഡിൽസ് ഒക്കെ എല്ലാം സെറ്റാക്കി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈറ്റിംഗ് ചലഞ്ചിലേക്കാണ് പോണത്. അപ്പോൾ ഗായ്സ് നമുക്ക് ഇനി ഈറ്റിംഗ് ചലഞ്ചിലേക്ക് പോവാം. ഗായ്സ് നമ്മൾ ഈറ്റിംഗ് ചലഞ്ചിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ 5 മിനിറ്റാണ് സ്റ്റോപ്പ് വാച്ച് വെക്കണത്. അതിനു മുമ്പ് ഇത്ര നൂഡിൽസ് ആരെയും തിന്നിർക്കുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ചൂടാണ്. അവനോട് ആദ്യമേ പറഞ്ഞു ആ സ്പൂൺ വേണ്ട, ഇതുപോലത്തെ എടുത്താൽ മതി. അപ്പോൾ പറഞ്ഞ അത് മതി. നല്ല അലുവൊക്കെ ഉണ്ട് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ക്യാപ്സിക്കം ഇട്ടാല് നല്ല ടേസ്റ്റ് ഉണ്ട്. കാണാൻ പറ്റും, ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല. ഇറങ്ങാണ്ട് ഇവിടം വരെ എത്തിയെന്നുണ്ട്. ഇപ്പം നമ്മളെ തിന്നുമ്പോൾ മിണ്ടൂല. ഞാനാണ് വിന്നറായിരിക്കുന്നത്. ഓൻ തോറ്റിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.